യഥാർത്ഥ പ്രധാനങ്ങൾ കേട്ട് ആസ്വദിക്കാനായി മല്ലു ഹൊറർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. എൻ്റെ പേര് മനോജ്. നഗരത്തിലെ ഒരു സ്വകാര്യ തുണിക്കടയിൽ എനിക്കുണ്ടായ പ്രധാനത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. സംഭവം നടക്കുന്നത് ഒരു 10-12 വർഷം മുമ്പാണ്. ഞാൻ PSC പഠനവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ PSC നോക്കുകയും രാത്രികാലങ്ങളിൽ പാർട്ട് ടൈമായി ജോലിക്ക് പോവുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എൻ്റെ കൂടെ PSC പഠിക്കുന്ന ബിബിൻ എന്നോടൊരു ജോബ് വേക്കൻസിയുടെ കാര്യം പറയുന്നത്. വൈകിട്ട് 5 ടു രാത്രി 10 മണി വരെയാണ് ടൈം. എൻ്റെ കോച്ചിങ് സെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരെയായുള്ള ഒരു സ്വകാര്യ തുണിക്കടയിലായിരുന്നു വേക്കൻസി ഉള്ളത്. ഇതിനു മുമ്പ് ഞാൻ പാർട്ട് ടൈമായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു ഹോട്ടലിലാണ്. അവിടുത്തെ പണി നട്ടല് വെള്ളമാക്കുന്ന രീതിയിലുള്ള ജോലിയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണമെന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിബിൻ ഈ ടെക്സ്റ്റൈലിൻ്റെ കേസ് എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ ആ ടെക്സ്റ്റൈലിൽ ചെന്ന് ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് അവർ പറയുന്നത് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഹോസ്റ്റൽ സംവിധാനമുണ്ടെന്ന്, അതും ഫ്രീ ആയിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ലഡുപൊട്ടി. കൂടാതെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണ് അവർ ഹോസ്റ്റലായി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞാൽ ദൂരേക്കെങ്ങും നടന്നു പോകേണ്ട ആവശ്യമില്ല. താഴത്തെ ഫ്ലോറിലെ പണി കഴിഞ്ഞാൽ മുകളിലത്തെ ഫ്ലോറിൽ പോവുക, കയറി കിടന്നുറങ്ങുക. ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ ഫീസിനത്തിൽ നല്ലൊരു തുക മാസാവസാനമാകുമ്പോൾ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട്. അത് എനിക്കിനി മുതൽ ലാഭിക്കാമല്ലോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ ജോലിയിൽ കയറി ഏകദേശം ഒരു 10 ദിവസം പിന്നിട്ടപ്പോഴാണ് എനിക്ക് ചില പല അമാനുഷിക അനുഭവങ്ങളുണ്ടാകാൻ തുടങ്ങിയത്. ആ ഫ്ലോറിൽ ഞങ്ങൾ 16 പേരാണുള്ളത്. ഒരു റൂമിൽ 2 പേരെന്ന കണക്കിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും കൂടി 5 കോമൺ ബാത്റൂമാണുള്ളത്. രാത്രിയാകുമ്പോൾ ഏറ്റവും കോർണറിലുള്ള ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും ആരോ കതകിൽ ശക്തിയായിരിക്കുന്ന ശബ്ദം കേൾക്കാം. ആ ശബ്ദം നമ്മൾ ആ ബാത്റൂമിൻ്റെ അടുത്ത് ചെന്ന് ആ ഡോറിൽ കൈവയ്ക്കുന്നതുവരെ മാത്രമാണുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം അതിൽ കൈവച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ശബ്ദം അവിടെ നിൽക്കും. തുറന്നു നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരും തന്നെ ഉണ്ടാവില്ല. എൻ്റെ അനുഭവം ഞാൻ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എയർ ഹോൾ വഴി എന്തെങ്കിലും പ്രാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷിയോ അതിൻ്റെ ഉള്ളിൽ ചാടി അത് ചിറകടിക്കുന്ന ശബ്ദമായിരിക്കും നീ കേട്ടത് എന്നാണ്. തുടർച്ചയായി ഒരു 4 ദിവസമാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. പിന്നീട് അങ്ങോട്ടൊരു 4-5 ദിവസത്തേക്ക് ആ ശബ്ദം ഞാൻ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷേ പിന്നീടൊരു ദിവസം എല്ലാവരും കിടന്ന് രാത്രി ഒരു 12 കൂടി ഞാൻ എൻ്റെ കാമുകിയുമായി വരാന്തയിലിരുന്ന് വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു കറുത്ത രൂപം എൻ്റെ പുറകിലൂടെ മിന്നിമായുന്നത് അവൾ കാണുന്നത്. അവൾ പറയുന്നത് കേട്ട് പെട്ടെന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലൊന്നും തന്നെയില്ല. പിന്നീടാണ് തിരിഞ്ഞ് സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ സ്ക്രീനിൽ എൻ്റെ പുറകിലായി ഒരു കറുത്ത രൂപം എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നതായി ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ പേടിച്ച് മൊബൈൽ നിലത്തേക്കിട്ടു. എൻ്റെ ഒച്ച കേട്ട് ഉറങ്ങിക്കിടന്ന എല്ലാവരും തന്നെ എണീറ്റ് പുറത്തു വന്നു. അവരോട് ഞാൻ നടന്ന കാര്യം പറഞ്ഞു. അവരപ്പോൾ അത് നിൻ്റെ ഒരു തോന്നലായിരിക്കും, അങ്ങനെയൊന്നും ഇവിടെ ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നീട് വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. കുറേ നാളത്തേക്ക് എനിക്ക് പിന്നീട് അനുഭവം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓണറിൻ്റെ മകൻ്റെ കല്യാണം വരുന്നത്. അന്ന് 2 ദിവസത്തേക്ക് ഷോപ്പ് അവധിയാണ്. വീട്ടിൽ പോകുന്നവർക്ക് വീട്ടിൽ പോകാം, അല്ലാത്തവർക്ക് കല്യാണം കൂടാം. കിട്ടിയ ചാൻസിന് ബാക്കിയുള്ള എല്ലാവരും തന്നെ വീട്ടിലേക്ക് ഓടി. കാരണം അവർക്ക് വീണ് കിട്ടിയ 2 ദിവസം എന്തിനു വെറുതെ പാഴാക്കാമെന്നോർത്ത്. പക്ഷേ എനിക്ക് 2 ദിവസത്തിന് ശേഷം CPOയുടെ എക്സാം ഉണ്ട്. വീട്ടിലേക്ക് പോയാൽ അതിനു വേണ്ടിയുള്ള പഠിത്തമൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിൽക്കാമെന്ന് കരുതി. ഞാനും പിന്നെ 2 സെക്യൂരിറ്റികളും മാത്രമാണ് ഇനി 2 ദിവസത്തേക്ക് ആ ബിൽഡിങ്ങിലുള്ളത്. അന്ന് രാത്രി ഞാൻ CPOയുടെ എക്സാമിനുള്ള അവസാന പണിപ്പുരയിലായിരുന്നു. എല്ലാ ചാപ്റ്ററുകളും ഓടിച്ചു വിട്ട് വായിച്ച് കറണ്ട് അഫെയർ നോക്കി ഞാൻ രാത്രി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ നിന്നും ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതുമായ ഒച്ച കേൾക്കുന്നത്. എൻ്റെ പഠിത്തത്തെ ആ ശബ്ദം വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഞാൻ എണീറ്റ് നിന്ന് ഭിത്തിയിൽ 2 അടി അടിച്ചതിന് ശേഷം പറഞ്ഞു, എടാ നിനക്കൊക്കെ സംസാരിക്കണമെങ്കിൽ വെളിയിൽ പോയി സംസാരിക്കണം. ഒരാൾ പഠിക്കുമ്പം അത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടല്ല ഈ പൊട്ടിച്ചിരിയും വർത്താനം പറയേണ്ടത്. ഒന്നെങ്കിൽ മിണ്ടായിരിക്കുക, അല്ലെങ്കിൽ വെളിയിൽ പോയി സംസാരിക്കുക. ഇത്രയും ദിവസം നിങ്ങൾക്ക് പൊട്ടിച്ചിരി അട്ടഹാസമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇന്ന് മാത്രം എത്ര പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചു. അപ്പുറം നിന്നും ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. ഞാൻ വീണ്ടും പഠിത്തം തുറന്നു. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഞാനല്ലാതെ ഈ ഫ്ലോറിൽ മറ്റാരുമില്ലല്ലോ, എല്ലാവരും തന്നെ ലീവിന് പോയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് അപ്പുറത്തെ മുറിയിൽ നിന്നും ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്? ഞാൻ നല്ല രീതിയിൽ പേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറങ്ങി ഓടണമെന്ന് എനിക്കുണ്ട്, പക്ഷേ വാതിൽ തുറന്ന് പുറത്തേക്ക് കാണാനുള്ള ധൈര്യം എനിക്കില്ല. പേടിച്ച് കുറച്ച് ഞാൻ പിന്നീട് പഠിക്കാൻ നിന്നില്ല. വേഗം തന്നെ ലൈറ്റ് കിടത്തി തലവഴി പുതപ്പെട്ട് മൂടി കയറി കിടന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വരാന്തയിലൂടെ ആരോ ഒരാൾ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ആ കാലൊച്ചകൾ നടന്നു വന്ന് എൻ്റെ റൂമിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. പിന്നീട് ആ കാലൊച്ച മുന്നോട്ടും പോയിട്ടില്ല, പുറകോട്ടും പോയിട്ടില്ല. അത് എൻ്റെ വാതിലിൻ്റെ മുന്നിലായി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഇരുട്ടത്ത് എന്തോ ഒരു നിഴൽ രൂപം വാതിലിൻ്റെ ഉള്ളിലൂടെ എൻ്റെ റൂമിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പേടി കൊണ്ട് ഞാൻ വീണ്ടും പുതപ്പ് തലവഴി മൂടി കണ്ണടച്ച് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എവിടെന്നോ ഒരു മുടി കത്തിയ ഗന്ധം, ആ ഗന്ധം എൻ്റെ റൂമിൽ മൊത്തമായി പറന്നിരിക്കുകയാണ്. പുതപ്പൊന്ന് മാറ്റി ഞാൻ മുന്നോട്ട് നോക്കിയപ്പോൾ എൻ്റെ മുന്നിലുള്ള കട്ടിലിൽ ആരോ ഒരാൾ ചെമ്പ്രപ്പടിയിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൂടി കണ്ടപ്പോൾ എൻ്റെ സർവ്വ നിയന്ത്രണവും തെറ്റി. ഞാൻ അലറിക്കൊണ്ട് ഡോറിൻ്റെ അങ്ങോട്ട് ഓടി. പക്ഷേ ഡോറ് അടച്ചിട്ടിരിക്കുകയാണെന്ന് ഞാൻ ഓർത്തില്ല. ഡോറിൽ എൻ്റെ നെറ്റി തന്നിടിച്ച് ഞാൻ വീണ്ടും തറയിലേക്ക് വീണു. വീണത് ആ രൂപത്തിൻ്റെ കാൽച്ചുവട്ടിലേക്കാണ്. രണ്ടാമതും ഞാൻ ആ രൂപം കണ്ടു. അതോടുകൂടി എൻ്റെ ബോധം പോയി. പിന്നീട് ഞാൻ രാവിലെ വെച്ചിരിക്കുന്ന അലാറത്തിൻ്റെ ശബ്ദം കേട്ടാണ് എണീക്കുന്നത്. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ തറയിൽ തന്നെയാണ് കിടക്കുന്നത്. എൻ്റെ ദേഹം മൊത്തം നീറുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ദേഹം മുഴുവൻ ആരോ മാന്തിയതുപോലുള്ള പാടുകൾ. പിന്നീട് ഞാൻ അവിടെ ഒരു നിമിഷം പോലും നിന്നില്ല. അന്ന് തന്നെ ആ ജോലി മതിയാക്കി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് 1-2 മാസത്തേക്ക് എനിക്ക് തന്നെ ഇരിക്കാൻ വളരെ ഭയമായിരുന്നു. ആരൊക്കെയോ എന്നോടൊപ്പം ഉള്ളതുപോലെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. കാലങ്ങൾ കുറേ കഴിഞ്ഞിരുന്നാലും അന്നെനിക്ക് അവിടെ ഉണ്ടായ അനുഭവം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഉണ്ടായതെന്ന് ഇന്നും എനിക്കറിയില്ല.